So listen, after net present value method, the second important capital budgeting decision method under discounted cash flow method is profitability index method, or we can say that profitability ratio or benefit cost ratio or desirability factor, etc. ശ്രദ്ധിക്കുക, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിന് ശേഷം ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് പറയാം ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയാം, അഥവാ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയാം. വേറൊരു പേര് കൂടിയുണ്ട് ഡിസൈറബിലിറ്റി ഫാക്ടർ എന്നൊക്കെ ഇതിന് പറയാം. സോ എന്താണ് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അഥവാ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അഥവാ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ? ലിസൺ, it represents, or the profitability index represents, the relationship between the cost and benefit of a project. ഒരു പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണ്, ഇൻഡെക്സ് ആണ് എന്ത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഒരു പ്രൊജക്റ്റിൽ നിന്നുമുള്ള ബെനിഫിറ്റ് എത്ര, ആ പ്രൊജക്റ്റിലേക്ക് പോകുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന കോസ്റ്റ് എത്ര, ഈ കോസ്റ്റും ബെനിഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഹൗ ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്? ലിസൺ, ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് the present value of total cash inflow divided by the present value of total cash outflow. Son, present value of total cash inflow present value of total cash outflow കൊണ്ട് അഥവാ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ ഉത്തരമാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അഥവാ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഹൗ ടു ഇവാലുവേറ്റ് എ പ്രോജക്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓർ ദ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ? ഇനി നമ്മൾക്കറിയേണ്ടത് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അഥവാ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അഥവാ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കൊണ്ട് എങ്ങനെ നമുക്കൊരു പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാം. സപ്പോസ് ഇഫ് ദ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് 1, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അഥവാ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 കിട്ടുന്നതെങ്കിൽ, സപ്പോസ് പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആണെങ്കിൽ ദ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പ്രൊജക്റ്റിൽ എത്രയാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അത്ര തന്നെ ആ പ്രൊജക്റ്റിന് എന്തുണ്ട്? ചിലവുണ്ട്. ഓക്കെ, ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റും ആ പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റും ഈക്വൽ ആണ് എന്നുള്ളതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അഥവാ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത്. സോ ഇഫ് ദ profitability index is 1, we can say that the project is at break even. Profitability index 1 ആണെങ്കിൽ നമുക്ക് പറയാം പ്രൊജക്റ്റ് എന്താണ്? ബ്രേക്ക് ഈവനിലാണ്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിന് നോ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ആ ഒരു പൊസിഷനിലാണ് എന്ത്? കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റും എന്താണ്? ഈക്വൽ ആണ്. ആ ഒരു പൊസിഷനാണ് പ്രൊജക്റ്റ് എന്ന് പറയാം. ആൻഡ് സെക്കൻഡ് വൺ, ഇഫ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അഥവാ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ 1 കൂടുതലാണെങ്കിൽ we can say that the project is in profit. നമുക്ക് പറയാം പ്രോജക്റ്റ് എന്താണ്? പ്രോഫിറ്റിലാണുള്ളത്. ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോനെ കാട്ടി കൂടുതലാകുമ്പോഴാണ് എന്ത് വരിക? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 കൂടുതൽ വരിക. സോ വി ക്യാൻ ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. വൺസ് അഗൈൻ, ഇഫ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1, വി ക്യാൻ ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ്. ഇനി മൂന്നാമത്തത്, ഇഫ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ലെസ് ദാൻ 1, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 കുറവാണെങ്കിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ദ പ്രോജക്റ്റ് ഈസ് ഇൻ ലോസ്. പ്രൊജക്റ്റ് എന്തിലാണ്? ലോസിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ വി വിൽ റിജക്റ്റ് ദ പ്രോജക്റ്റ്. സോ ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. സി, ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് അണ്ടർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഈസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സി, വാട്ട് ഈസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ആദ്യം നമ്മൾക്ക് അറിയേണ്ടത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നാണ്. നോക്കാം, ലാസ്റ്റ് മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്
പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത്. ആ മെത്തേഡിൻ്റെ പേരാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇതിൽ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളതാണ്. സി, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മീൻസ് ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ് വേർ the present value of total cash inflow is equal to the present value of total cash outflow of a project. നോക്കുക, എന്താണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് റേറ്റാണ്. ആ ഡിസ്കൗണ്ട് റേറ്റിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആയിരിക്കും. നോക്കുക, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോയെ, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയെ നമുക്ക് അതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റഡ് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോയോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, ക്യാഷ് ഇൻഫ്ലോയെ, എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോയെ, ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന, പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഇൻഫ്ലോയെ എന്ത് ചെയ്യണം, ഓരോ വർഷങ്ങളിലായിട്ട് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു റേറ്റാണ് ഉപയോഗിക്കുന്നത്. അതൊന്നിക്ക് 5% 10%. അത് ആ സമയത്ത് രൂപയുടെ മൂല്യത്തിലുള്ള വ്യത്യാസം എത്രയാണോ ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ഒന്നിക്കിൽ ആ 5% എടുക്കാം, അല്ലെങ്കിൽ 10% എടുക്കാം, അല്ലെങ്കിൽ 15% എടുക്കാം, 20% എടുക്കാം. ഓക്കെ, അത് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തരും, ആ ഒരു പെർസെൻറ്റേജ് തരും. അതിനനുസരിച്ചിട്ടുള്ള ഒരു രൂപയുടെ വാല്യൂ നമ്മൾക്ക് എന്ത് തരും, ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇറ്റ്സ് എ പ്രോബ്ലം പാർട്ടാണ്. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഇൻഫ്ലോയെ, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ എന്തിലേക്ക് കൊണ്ടുവരുന്നത്, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയും ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആകുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഡിസ്കൗണ്ട് റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒറ്റയടിക്ക് നമ്മൾക്ക് എന്ത് കിട്ടില്ല, ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടില്ല. ഇത് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, സപ്പോസ് ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ അഥവാ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് 10,000 ആണെന്ന് വിചാരിക്കാം. ആ പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് ലൈഫിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ആ ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ 5% ഡിസ്കൗണ്ട് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നു, അഥവാ ആ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് ടോട്ടൽ ചെയ്തപ്പോൾ നമ്മൾക്ക് 12,000 റുപ്പീസാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ 12,000 രൂപയാണ്. നമ്മുടെ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 10,000 റുപ്പീസാണ്. അപ്പോൾ ഔട്ട്ഫ്ലോയെക്കാട്ടി കൂടുതലാണ് എന്ത്, ഇൻഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഉള്ളത്. അപ്പോൾ 12,000 രൂപയാണ്, അപ്പോൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ വീണ്ടും എടുക്കുന്നു. 5%-നെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ 10% എടുക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ, എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോയെ 10% ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രസന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു 9,000 റുപ്പീസാണ് കിട്ടുന്നത് വിചാരിക്കാം. അപ്പോൾ 5% ഡിസ്കൗണ്ട് റേറ്റിൽ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 12,000 റുപ്പീസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ക്യാഷ് ഔട്ട്ഫ്ലോയെക്കാട്ടി കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ബിഗ് റേറ്റിൽ ഒരു 10% നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ 9,000 ആണ് കിട്ടിയത്. ഇവിടെ ക്യാഷ് ഔട്ട്ഫ്ലോയെക്കാട്ടിയും കുറവാണെന്ത്, പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നമ്മൾ മൂന്നാമത് 5%-നും 10%-ത്തിനും ഇടയിൽ, ഫോർ എക്സാമ്പിൾ ഒരു 8% ഡിസ്കൗണ്ട് റേറ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ ഇവിടെ പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നു. എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ചെയ്യുന്നു. എത്ര ശതമാനം, 8% ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ 8% ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ ഈ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 10,000 കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ
10,000. ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് അതും 10,000. അപ്പോൾ 8% ഡിസ്കൗണ്ട് റേറ്റിൽ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്നു. ആ 8% നമ്മൾ എന്ത് വിളിക്കും? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കും. അപ്പോൾ 8%-ൽ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവും. അപ്പോൾ ഇങ്ങനെ ഈക്വൽ ആവുന്നത് വരെ നമ്മൾ ഓരോ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവന്ന് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ മെത്തേഡിനെ വിളിക്കും. അപ്പോൾ ആദ്യം ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കുന്നു, അപ്പോൾ ഈക്വൽ ആകുന്നില്ല, അപ്പോൾ വേറൊരു ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കുന്നു, അപ്പോഴും ഈക്വൽ ആകുന്നില്ല, അപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിച്ച് എപ്പോഴാണ് ഈക്വൽ ആകുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മെത്തേഡിന് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നത് വരെ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആകുന്നത് വരെ നമ്മൾക്ക് ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ മെത്തേഡിന് വേറൊരു പേര് വിളിക്കും, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വിളിക്കും. ചെയ്യുക, തെറ്റാണെങ്കിൽ വീണ്ടും വേറൊന്നും കൂടി ചെയ്യുക, തെറ്റാണെങ്കിൽ വീണ്ടും ചെയ്യുക, അങ്ങനെ അവസാനം എന്ത് ചെയ്യാം? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി എങ്ങനെയാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊജക്റ്റിന് ഇവാലുവേറ്റ് ചെയ്യുക? ഇപ്പം ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ the project with the highest internal rate of return will be selected. Highest internal rate of return ഏത് പ്രൊജക്റ്റാണോ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. സോ ഇത്രയുമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മെത്തേഡ്. അപ്പോൾ നോക്കുക, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന ചാപ്റ്ററിൽ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ, പിന്നെ പ്രോസസ് അഥവാ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീട് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ട്രഡീഷണൽ മെത്തേഡ്, സെക്കൻഡ് വൺ മോഡേൺ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, രണ്ടാമത്തെയാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെയും അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൻ്റെയും കോമൺ ആയിട്ടൊരു ലിമിറ്റേഷനാണ് ഇറ്റ് ഇഗ്നോർസ് ടൈം വാല്യൂ ഓഫ് മണി. അതുകൊണ്ട് പുതിയൊരു മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് മോഡേൺ മെത്തേഡ്. മോഡേൺ മെത്തേഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, രണ്ടാമത്തത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഈ 3 മെത്തേഡും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 3 മെത്തേഡിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഈ 3 മെത്തേഡും ഒരു പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫിൽ നിന്നുള്ള വോൾ ലൈഫിൽ നിന്നുള്ള പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.